السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين، وبعد فإني أوصيكم وإياي بتقوى الله. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ലവ് ബേഡ്സ്, കളർ മീനുകൾ, അതുപോലെ മലേഷ്യൻ പൂച്ചകൾ, അതായത് വർണ്ണ പൂച്ചകൾ, അലങ്കാര പൂച്ചകളൊക്കെ ഉണ്ടല്ലോ അവകൾ, പിന്നെ പ്രാവുകൾ തുടങ്ങിയ ഈ പെറ്റ്സുകളെ കച്ചവടം നടത്താൻ പറ്റുമോ? അതിനു വേണ്ടി വലിയ വില കൊടുക്കാറുണ്ട്. 10,000 20,000 ഒക്കെ വലിയ വില. ഈ അടുത്തൊരു സംസാരത്തിനിടയിൽ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, 10-20,000 രൂപ മുടക്കിയിട്ടാണ് അദ്ദേഹം ആ പൂച്ച വാങ്ങിയത്. അപ്പം അങ്ങനത്തെ പൈസകളൊക്കെ മുടക്കിയിട്ട് ഇജാതി സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റുമോ ഇല്ലേ എന്നതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയാണ്. അതിൻ്റെ ഉത്തരം, ഇവകൾ വിൽപ്പന നടത്താനും പറ്റും, അത് വാങ്ങാനും പറ്റും, അത് അവകളെ നമുക്ക് ഉപയോഗിക്കാനൊക്കെ പറ്റും. അത് എങ്ങനെ സംഭവം? ഇത് വാങ്ങാൻ പറ്റും, വിൽപ്പന നടത്താൻ പറ്റും എന്നൊക്കെ പറയാനുള്ള കാരണം, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അനുവദിച്ച് തന്ന നഫ്അ്, ഉപകാരം ഇവകളിലൊക്കെ ഉണ്ട് എന്നതാണ്. ഒരു ഉപകാരമില്ലാത്തതും ഇനി ഉപകാരമുണ്ടെങ്കിൽ തന്നെ ആ ഉപകാരത്തെ, ആ നഫ്ഇനെ പരിശുദ്ധമായ ദീന് അനുവദിക്കാത്തതുമാണെങ്കിലാണ് വിൽപ്പന നടത്താൻ പറ്റാത്തത്. നഫ്അ് ഉള്ള സാധനത്തെ വിൽപ്പന നടത്താൻ പറ്റും, അത് വാങ്ങാനും കച്ചവടം നടത്താനൊക്കെ പറ്റും. ഇനി നഫ്അ് ഉണ്ട്, ആ നഫ്അ് ദീൻ അനുവദിക്കാത്തതാണ്, എന്നാൽ കച്ചവടം നടത്താൻ പറ്റൂല. ഇനി ഒരു നഫ്ഉം ഇല്ല, ഒരു ഉപകാരവും ഇല്ല, അങ്ങനത്തേനും കച്ചവടം നടത്താൻ പറ്റൂല. അപ്പം നമ്മൾ ഈ പറഞ്ഞ ലവ് ബേഡ്സ്, കളർ മീനുകൾ, അലങ്കാര പൂച്ചകൾ, പ്രാവുകൾ, പെറ്റ്സ്, ഇവകളിലൊക്കെ എന്തുണ്ട്? നഫ്അ് ഉണ്ട്. പരിശുദ്ധമായ ദീൻ പരിചയപ്പെടുത്തിയ നഫ്അ് ഉണ്ട്. അതുകൊണ്ട് അവകളെ കച്ചവടം നടത്താൻ പറ്റും എന്നതാണ്. ബഹുമാനപ്പെട്ട മഹല്ലിയിൽ മബീഇൻ്റെ ശുറൂത്തുകളുടെ രണ്ടാമത്തെ ഷർത്തായി പറയുന്ന നഫ്അ്. മബീഅ് എന്ന് പറഞ്ഞാൽ വിൽക്കപ്പെടുന്ന വസ്തു. അതിന് 5 ഷർത്തുകൾ പറയുന്നുണ്ട്. ആ 5 ഷർത്തുകളിൽ നിന്ന് രണ്ടാമത്തെ ഷർത്ത് നഫ്അ് ആണ്, ഉപകാരം വേണം. ഇതിനെക്കുറിച്ച് പറഞ്ഞതിൻ്റെ വിശദീകരണത്തിൽ മഹല്ലിയുടെ ഖല്ലൂബി പറയുന്ന ഇബാറത്ത് നോക്കിയാൽ ഈ പറയപ്പെട്ട സാധനങ്ങളൊക്കെ കച്ചവടം നടത്താൻ പറ്റുമെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെയാണ് ഇബാറത്ത്: ഖൗലുഹു അന്നഫ്ഉ ഐ ശർഇയ്യു വലൗ മആലൻ കജഹ്ശിൻ സഗീരിൻ ഫഖറജ ബിഹി മാ ലാ നഫ്അ ഫീഹി കഹിമാരിൻ സമിനിൻ ഇങ്ങനെ പറഞ്ഞിട്ട്, വലാ യഖ്ഫ അന്ന നഫ്അ കുല്ലി ശൈഇൻ ബിഹസ്ബിഹി ഫനഫ്ഉൽ അലഖി ബിംതിസാസിദ് ദമി ونفع الطاووس بالاستمتاع برؤية لونه ونفع الأندليب باستماع صوته. എന്താ അർത്ഥം? മബീഇനിക്കുള്ള രണ്ടാമത്തെ ഷർത്ത്, വിൽക്കപ്പെടുന്ന സാധനത്തിനുള്ള രണ്ടാമത്തെ ഷർത്ത്, അതുകൊണ്ട് ഉപകാരം വേണം. എന്തുപകാരം? ഖൗലുഹു അന്നഫ്ഉ. നഫ്അ് എന്ന ബഹുമാനപ്പെട്ട മുസന്നിഫ് തങ്ങളുടെ ഖൗലിൻ്റെ ബയാനാണിത്. ഉപകാരം എന്ന് പറഞ്ഞാൽ ഐ ശർഇയ്യു, പരിശുദ്ധമായ ദീൻ അനുവദിച്ചു തന്ന, ശർഇയ്യായ ദീൻ അനുവദിച്ചു തന്ന ഉപകാരം വേണം. അത് വലൗ മആലൻ, അത് ഇപ്പോഴൊന്നും ഉണ്ടാവില്ല, ഭാവിയിലേ ഉണ്ടാവുള്ളൂ. ഇപ്പം ആ സാധനത്തിനെ വാങ്ങിയിട്ട് പ്രത്യേകിച്ച് ഉപകാരം ഉണ്ടാവില്ല, പക്ഷേ അതുകൊണ്ട് ഭാവിയിൽ ഉപകാരം കിട്ടും. അങ്ങനെയാണെങ്കിലും ശരി, അതുകൊണ്ട് ഉപകാരം ഉണ്ടാവുമല്ലോ. ഏതുപോലെ കജഹ്ശിൻ സഗീരിൻ, ചെറിയൊരു കൈതക്കുട്ടിയെ പോലെ. കൈതക്കുട്ടീനൊപ്പം വാങ്ങിച്ചാൽ അതുകൊണ്ട് പ്രത്യേക ഉപകാരം ഉണ്ടാവില്ല, പക്ഷേ ഭാവിയിൽ നമുക്കുള്ള ചുമടുകളും മറ്റൊക്കെ വഹിക്കാൻ അതിന് പറ്റും. അപ്പം അതിന് വിൽപ്പന നടത്താം. ഫഖറജ ബിഹി, അപ്പോൾ ഇതുകൊണ്ട് പുറത്തു പോയി മാ ഒന്ന് ലാ നഫ്അ ഫീഹി, അതിൽ യാതൊരു ഉപകാരമില്ല. ഉപകാരമില്ല, ഒരു വസ്തു ഉപകാരമില്ല. കഹിമാരിൻ സമിനിൻ, കുയർവാദം വിധിക്കപ്പെട്ട കൈതയെ പോലെ, അതിന് യാതൊരു ഉപകാരമില്ല. അങ്ങനെ കിടക്കല്ലേ, ഒരു ഉപകാരമില്ല, അങ്ങനെ തന്നെ വിൽക്കാൻ പറ്റൂല. ഇനി ഉപകാരമുണ്ട്, പക്ഷെ അത് ദീൻ എന്താക്കിയതാണ്, വിലക്കിയതാണ്, അങ്ങനത്തതും പുറത്തുപോയി.
അങ്ങനെ പറയുമ്പോൾ വലാ യഖ്ഫ അവ്യക്തമല്ല അന്ന നഫ്അ കുല്ലി ഷൈഇൻ നിശ്ചയമായിട്ടും എല്ലാ ഓരോ വസ്തുവിൻ്റെയും ഉപകാരം എന്ന് പറഞ്ഞാൽ ബിഹസ്ബിഹി അതിൻ്റെ ഓരോന്നിൻ്റെ സ്ഥിതി അനുസരിച്ചാണ്. ഓരോന്നിനും ഓരോ കോലത്തിലേക്ക് ഓരോ ഉപകാരം ഉണ്ടാകുക. അപ്പോൾ ഓരോന്നിനും ഉപകാരം നമുക്ക് നോക്കുക. ഫനഫ്ഉൽ അലഖി, അപ്പോൾ അലഖിൻ്റെ ഉപകാരം, അലഖ് എന്ന് പറഞ്ഞാൽ ദൂദുൻ അസ്വദു യംതസുദ്ദമാന, രക്തം വലിച്ചെടുക്കുന്ന ഒരു കറുത്ത പുഴു. അതിൻ്റെ ഫോട്ടോ ഞാൻ ഇപ്പോൾ വിട്ടുതരാം. അപ്പോൾ ഇതാണ് നമ്മൾ പിന്നെ ഈ ചികിത്സൻ്റെ ഇപ്പോൾ ആധുനിക ചികിത്സയിലൊക്കെ കാണുന്നുണ്ട്, അട്ടാന്നോ എന്തൊക്കെയോ അതിന് പേര് പറയല്. അപ്പോൾ അതിൻ്റെ ഉപകാരമാകുന്നത് ബിംതിസ്വാസിദ്ദമി, രക്തത്തെ വലിച്ചെടുക്കൽ കൊണ്ടാണ്. വനഫ്ഉ താഊസി, മയിലിൻ്റെ ഉപകാരമാകുന്നത് ബിൽ ഇസ്തിംതാഇ ബിറുഇയത്തി ലൗനിഹി, അതിൻ്റെ നിറത്തെ കാണൽ കൊണ്ടുള്ള രസം കിട്ടലാണ്. അതുകൊണ്ടല്ല അതിൻ്റെ ഉപകാരമുള്ളത്, അതുകൊണ്ടാണ് അതിൻ്റെ ഉപകാരമുള്ളത്. അതിൻ്റെ മയിൽപ്പീൽ വിടർത്തുമ്പോൾ പ്രത്യേക രസമാണല്ലോ. വനഫ്ഉൽ അന്തലീബി, കുരുവിയുടെ ഉപകാരമാകുന്നത് ബിസ്തിമായി സൗത്തിഹി, അതിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ രസം കിട്ടൽ കൊണ്ടാണ്. അപ്പോൾ ഈ പറഞ്ഞ രൂപം നോക്കിങ്ങൾ, ഇത് കല്ലൂബി 2ാം വാള്യം 157-ാമത്തെ പേജിൽ അവസാനത്തെ ഭാഗത്ത് കാണാം. അപ്പോൾ ഇതുകൊണ്ടൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ത്, ഈ പിന്നെ നമ്മുടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, നമ്മുടെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഇത് അനുവദിക്കുന്നുണ്ടോ ശ്രദ്ധിക്കണം. ചില ജീവികളൊക്കെ നമ്മൾ പിടിച്ച് കൂട്ടിട്ടാൽ അതൊക്കെ നിയമപരമായിട്ട് എതിരായിരിക്കും. നമ്മൾ ശറഈൻ്റെ പൊതുവെയുള്ള കാഴ്ചപ്പാടാണ് ഈ പറഞ്ഞത്. അപ്പോൾ ഇവിടെ താഊസ്, അതായത് മയിൽ, അതിൻ്റെ ഉപകാരം പറഞ്ഞതെന്ന് വെച്ചാൽ അതിൻ്റെ നിറം കണ്ട് ആസ്വദിക്കുക എന്നതാണ്. അപ്പം നിറം കണ്ട് ആസ്വദിക്കുന്ന പല ജീവികളും നമ്മളിപ്പോൾ ലവ് ബേഡ്സ്, അതുപോലെ കളർ മീനുകൾ, കാണാൻ നല്ല ചുറുക്കുള്ള പൂച്ചകൾ, അതൊക്കെ അതിൽ പെടുത്താം. പിന്നെ അന്തലീബ്, കുരുവിൻ്റെ എന്താ ബിസ്തിമായി സൗത്തിഹീന, അതിൻ്റെ ശബ്ദം കേട്ടുകാണ്ട് അതിങ്ങനെ ആസ്വദിക്കുക, അതിൻ്റെ ആസ്വാദനം. അപ്പോൾ അതിൻ്റെ ഇത് നമുക്ക് ലവ് ബേഡ്സിൻ്റെ ശബ്ദം കേൾക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ നിറം കാണാൻ താല്പര്യം ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ അതിനെ മണപ്പെടുത്താൻ കഴിയും നമുക്ക്, ഈ ലവ് ബേഡ്സ്, അതുപോലെ ഈ പ്രാവുകൾ, അതുപോലെ ഈ പെറ്റ്സുകൾ, അങ്ങനത്തെ മറ്റുള്ള സാധനങ്ങളൊക്കെ അതിൽ പെടുത്താം. അതൊക്കെ ദീൻ അനുവദിച്ചു തന്നതാണ്. പിന്നെ വലിയ വില കൊടുത്ത് വാങ്ങാൻ പറ്റുമോ എന്ന്, ഇതിനൊക്കെ നല്ല വില കൊടുത്ത് 10,000 20,000 ഒക്കെ കൊടുത്ത് വാങ്ങാൻ കഴിയുന്ന ആളുകളാണെങ്കിൽ വാങ്ങണതിന് കുഴപ്പമില്ല. ബഹുമാനപ്പെട്ട തുഹ്ഫത്തുൽ മുഹ്താജ് വിഷയം പറയുന്നുണ്ട്. വനഹ്വി അന്തലീബിൻ ലിൽ ഉൻസിബി സൗത്തിഹി വ താഊസിൻ ലിൽ ഉൻസിബി ലൗനിഹി, നമ്മൾ ഈ പറഞ്ഞ വിഷയം തന്നെയാണ്. വ ഇൻ സീദ ഫീ സമനിഹി ലി അജ്ലി ദാലിക, കണ്ടോ, അതിൻ്റെ വിലയിൽ ഏറ്റപ്പെട്ടാലും ശരി ഈ പറഞ്ഞ കാരണത്തിന് വേണ്ടിയിട്ടൊക്കെ, ഇതൊക്കെ ഈ പറഞ്ഞ ഉപകാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ക്യാഷ് കൊടുത്ത് വാങ്ങി ഈ പറയപ്പെട്ട സാധനങ്ങൾ വാങ്ങിയാലും അതിന് കുഴപ്പമില്ല. ബഹുമാനപ്പെട്ട തുഹ്ഫത്തുൽ മുഹ്താജ് 4ാം വാള്യം 263-ാമത്തെ പേജിൽ ഇത് കാണാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ രൂപത്തിലാണെങ്കിൽ ഇവകളെ കച്ചവടം നടത്താൻ പറ്റും. അല്ലാഹു അഅലമു ബിസ്സവാബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലിൻ്റെ മാർഗത്തിൽ സമ്പാദിക്കാനും ഹലാലിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാനും നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. ഊസീകും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.